ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDF നേതാക്കളോടെല്ലാം ചില മാധ്യമങ്ങൾ, എല്ലാവരും ചോദിച്ചില്ലെങ്കിലും ചിലർ ആവർത്തിച്ച് ചോദിച്ചിട്ട് SDP വോട്ട് വേണ്ട എന്നൊരു നിലപാട് അവർ പറയാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഉരുണ്ട് കളിച്ചത് എന്നത് ഇന്ന് വൈറലായി കഴിഞ്ഞ ദൃശ്യങ്ങളാണതെല്ലാം. ആ ചോദ്യത്തിന് മറുപടി പറയാതെ എങ്ങനെ ഉരുണ്ട് കളിച്ചു എന്നത് ഇന്നസെൻറ്റിൻ്റെ ഒരു രംഗമുണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ അന്നത്തെ അവരുടെ പ്രകടനങ്ങളൊക്കെ. പക്ഷേ ഞെട്ടിപ്പിച്ച കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ വിജയാഹ്ലാദം നടത്തിയത് SDPI ആണ് എന്നതാണ്. അത് മതനിരപേക്ഷ കേരളത്തിനാകെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ SDPI ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ എന്താണ് ഒരു UDF നേതാവിനും നാവ് പൊങ്ങാത്തത്? അതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ SDP തടവിലായി UDF എന്നല്ലേ അത് കാണിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് അത് പറയണ്ടേ അവർ? ഇത് ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ വിജയത്തിൽ ഒരു മതതീവ്രവാദ സംഘടനയും അവകാശവാദം ഉന്നയിക്കരുത്, നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് കേരളം ചർച്ച ചെയ്യും, കേരളം കാണുന്നുണ്ടത്. ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഫാക്ട് ചെക്കിൻ്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ഒരു ഫോട്ടോ എന്തോ ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് അത് തെറ്റാണ്, വ്യാജമാണ് എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ദേശാഭിമാനി എഡിറ്റോറിയലിനെ കുറിച്ച് പറഞ്ഞു. ദേശാഭിമാനി എഡിറ്റോറിയലിലെ വാചകങ്ങളും ഇന്നലെ പലരും അത് ചൂണ്ടിക്കാണിച്ചല്ലോ. ജമാഅത്തെ ഇസ്ലാമി ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മതത്തിൻ്റെ വീക്ഷണകോണിൽ മാത്രം വിലയിരുത്തുന്ന സംഘടനയാണ് എന്നാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് 2015 പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്യമായ സഹകരണം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും സഹകരിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ ഇവരുമായിട്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് എക്കാലത്തും RSSനെ പോലെ ഞങ്ങളെ എതിർത്തിട്ടുള്ളൊരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. ഗോൾവാൾക്കർ RSSന് എന്താണോ അതാണ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഈ പാലക്കാട് തുടർച്ചയായിട്ട് രണ്ടാം തവണ BJP ഒരു പരിശോധന നടത്തേണ്ട സാഹചര്യമില്ലേ? ആ അന്തരം കുറഞ്ഞില്ലേ? ഇപ്പോൾ 6 മാസം മുമ്പ് BJP ഞങ്ങളും തമ്മിലുണ്ടായിരുന്ന അന്തരം 9,000 വോട്ട്. 3 കൊല്ലം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന അന്തരം 14,000-ലധികം വോട്ട്. ഇപ്പോൾ അത് കേവലം 2,000 വോട്ടായിട്ട് കുറഞ്ഞു. പക്ഷേ LDFന് വോട്ട് വല്ലാതെ കൂടിയിട്ടില്ല, BJP വോട്ട് കുറയാണ് ചെയ്തത്. നിങ്ങൾ മറ്റേ മനോരമയാവുമ്പോൾ കുറച്ച് പ്രയാസം കാണും LDFന് വോട്ട് കൂടിയത് അംഗീകരിക്കാൻ. കാരണം മനോരമ LDF ഷൂ ആയി പോവും എന്നാണല്ലോ പ്രതീക്ഷിച്ചത്. ചേലക്കരയിലെ ജനങ്ങളും ഒറ്റവാക്കിലൊരു മറുപടി തന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല ആ വാക്ക് എന്താണെന്നുള്ളത്. ഒറ്റവാക്കിലൊരു മറുപടി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് 2021 കൂടി, 2024 ലോക്സഭാ ഇലക്ഷനേക്കാൾ ഗണ്യമായിട്ട് കൂടി. അപ്പോൾ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടുകയാണ് ചെയ്തത് എന്നത് നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ കണക്കറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ.